ഇന്നത്തെ റെസിപ്പി നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മാഷർ ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഇതുപോലെ പൊടിയായി അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2-3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/4 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതിന്ന് ചെറിയൊരു പോർഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക. ഞാനിപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ആക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാതും റെഡിയാക്കി എടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്നാക്ക് ഈ മുട്ടയുടെ മിക്സിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ബാക്കി എല്ലാതും റെഡിയാക്കി എടുക്കുക. അങ്ങനെ ഞാൻ എല്ലാതും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒരു വശം നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 വശവും നല്ല ബ്രൗൺ കളറായി വന്നതിന് ശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി എല്ലാതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്